നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസ് അടങ്ങുന്ന 4-അംഗ സംഘം ഭൂമിയിലേക്ക് തിരിച്ചു. യാത്ര ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ. നാളെ പുലർച്ചെ പേടകം ഭൂമിയിലിറങ്ങും. സുനിതയെ അഭിനന്ദിച്ച് കത്തെഴുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സന്ദർശിക്കാനും ക്ഷണം. രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുരുതിക്കളമായി ഗാസ. ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണം. കൊല്ലപ്പെട്ടത് 342 പേർ. ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ. ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറ്റക്കാർ മറിച്ചു വിൽക്കുന്നുവെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. കർശന നടപടിയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആൾ തന്നെ കയ്യേറ്റ കേസിൽ പ്രതിയെന്ന് മാത്യു കുഴൽനാടനെ ഉന്നമിട്ട് എം നൌഷാദ്. ഭൂമി കയ്യേറ്റത്തിനെതിരെ തനിക്കെതിരെ കേസില്ലെന്ന് മാത്യു കുഴൽനാടന്റെ മറുപടി. Honorable members from CPM, sir. West Bengal saw the worst riots ever in history under the CPM rule. Tripura suffered under the CPM rule. Kerala is not able to recover because of the horrible policy of industrialization that they had. കേരളത്തിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബസ്സിൽ നിന്നിറങ്ങി ലഗേജുമായി പോകുന്നവർക്കെതിരെ പോലും നോക്കുകൂലി ചുമത്തുന്നു. കേരളത്തിൽ വ്യവസായം തകർത്തത് കമ്മ്യൂണിസമെന്നും വിമർശനം. ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള അർജന്റീന ടീമിൽ മെസ്സി ഇല്ലാത്തതിൽ ആരാധകർക്ക് നിരാശ. ആരാധകനായി കൂടെയുണ്ടാകുമെന്ന് മെസ്സിയുടെ കുറിപ്പ്. മെസ്സി കേരളത്തിൽ വരുന്നതിൽ കേന്ദ്രത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതി ലഭിച്ചെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. വിശദാംശങ്ങൾ നോക്കാം. 9 മാസത്തോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് എത്തുന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. ചരിത്രമെഴുതിയാണ് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും അടക്കം. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന നേട്ടവും ഇനി സുനിതയ്ക്ക് സ്വന്തം. ഫ്രീഡം ഡ്രാഗൺ പേടകം തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ നാസ തത്സമയം ലോകത്തെ കാണിക്കും. 9 മാസത്തെ കാത്തിരിപ്പിന് അവസാനം ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു. അൺഡോക്കിംഗ് വിജയമായതോടെ സുനിതയും ബുച്ചും അടങ്ങുന്ന 4-അംഗ സംഘം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്. ആകാംക്ഷ നിറഞ്ഞ ലാൻഡിംഗ് നാളെ പുലർച്ചെയാണ്. ISS-ൽ ഡോക്ക് ചെയ്തിട്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകത്തിലാണ് സുനിത, ബുച്ച്, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രികരുടെ മടക്കം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ. വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും. പുലർച്ചെ 3:27 പേടകം ഭൂമിയിലിറങ്ങും. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ പേടകം പതിക്കും. ഇതിനുശേഷം സ്പേസ് എക്സുമായി ചേർന്ന് നാസ ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് കരയിലെത്തിക്കും. കാലാവസ്ഥ അനുസരിച്ച് ലാൻഡിംഗ് സമയത്തിൽ നേരിയ മാറ്റം വന്നേക്കാം. 2024 ജൂൺ 5 സുനിതയും ബുച്ച് വിൽമോറും നിലയത്തിലെത്തിയത്. ഇവരെത്തിയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാറ് സംഭവിച്ചതിന് പിന്നാലെയാണ് മടക്കയാത്ര നീണ്ടത്. തിരിച്ചെത്തുമ്പോൾ സുനിതയെയും ബുച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. ക്രൂ 9 സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഫ്രീഡം ഡ്രാഗൺ പേടകം തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ നാസ തത്സമയം ലോകത്തെ കാണിക്കും. 10 ദിവസത്തെ ദൗത്യത്തിനായി 2024 ജൂൺ 5 യാത്ര തിരിച്ച സുനിത മടങ്ങിവരുന്നത് ഒരു റെക്കോർഡുമായാണ്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന നേട്ടവുമായി. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത നടന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ മാസങ്ങൾ നീണ്ട ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുനിതയുടെ നേട്ടങ്ങളിൽ 140 കോടി ഇന്ത്യക്കാർ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി. സുനിതയും ബുച്ചും വിജയകരമായി ലാൻഡ് ചെയ്യാൻ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി കുറിച്ചു. ദൗത്യത്തിന് ശേഷം ഇന്ത്യയിലേക്ക് സുനിത വില്യംസിനെ പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു.
2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുരുതിക്കളമായി ഗാസയിൽ ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണം 142 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്കേറ്റു. വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിച്ചതിന്റെ പിന്നാലെയാണ് ആക്രമണം. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച ഫലം കാണാതെ വന്നതോടെയാണ് ഇസ്രയേൽ വീണ്ടും വെടിയുതിർക്കാൻ തീരുമാനിച്ചത്. മരിച്ചവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്ന് പലസ്തീൻ അറിയിച്ചു. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാണ് ഹമാസ് ആരോപണം. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ഡസൻ കണക്കിന് ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം ആവശ്യമുള്ളിടത്തോളം കാലം ആക്രമണം തുടരുമെന്നും വ്യോമാക്രമണത്തിനപ്പുറം നീക്കം വ്യാപിപ്പിക്കുമെന്നും വ്യക്തമാക്കി. അതിനിടെ ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ വിവരം അറിയിച്ചിരുന്നുവെന്ന് അമേരിക്ക വെളിപ്പെടുത്തി. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാസയിൽ ആക്രമണങ്ങളെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും ഇസ്രയേൽ ഭരണകൂടം കൂടിയാലോചിച്ചുവെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദളിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ നാഗ്പൂരിൽ സംഘർഷം. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘർഷത്തിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സംഘർഷമുണ്ടായത്. നാഗ്പൂരിലെ മഹലിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടായി. സംഘർഷം ശാന്തമായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ്. RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്ത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. അക്രമ സംഭവങ്ങളിൽ പോലീസുകാരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ സേനയെയും പ്രദേശത്ത് വിന്യസിച്ചു. സമാധാനത്തിന് അഭ്യർത്ഥിച്ച് നേതാക്കളും രംഗത്തെത്തി. നിയമവാഴ്ച ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. और मैं सभी को अपील करता हूं कि नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है. यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी. നാഗ്പൂരിലെ പല ഭാഗങ്ങളിലും അധികൃതർ നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയതായി മഹാരാഷ്ട്ര പോലീസും അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദർ കുമാർ ശുക്വാൾ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനിടെ സംസ്ഥാനത്ത് കരുതിക്കൂട്ടി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റത്തിലും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇടുക്കിയിലുള്ളതെന്നും വ്യാജ പട്ടയമുണ്ടാക്കി ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറുന്നവന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കയ്യേറ്റക്കാർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി. ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതി അവതരിപ്പിച്ച് പാസാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കിയിൽ വ്യാപകമായി നടക്കുന്ന ഭൂമി കയ്യേറ്റം, പരുന്തുംപാറയിലെ കയ്യേറ്റം മുൻനിർത്തിയാണ് പ്രതിപക്ഷം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വ്യാജ പട്ടയമുണ്ടാക്കി ഭൂമി കയ്യേറുന്നവർക്ക് സർക്കാരിന്റെ പിന്തുണയെന്നും അമിത നിയന്ത്രണത്തിന്റെ ഭാരം പേറേണ്ടി വരുന്നത് ഇടുക്കിയിലെ സാധാരണക്കാരാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. റവന്യൂ മന്ത്രി കൊണ്ടുവന്ന ഇടുക്കി പാക്കേജ് ജനങ്ങളെ ഇടുക്കിയിൽ നിന്ന് പാക്ക് ചെയ്യുന്നതാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മാത്യു കൊഴുനാടൻ കുറ്റപ്പെടുത്തി. ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, ഇടുക്കി പാക്കേജിൽ 1 രൂപ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. കയ്യേറ്റക്കാർക്കെതിരെ സർക്കാർ എന്നും കർശന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചട്ടം ലംഘിച്ച് ഭൂമി തരം മാറ്റി കൊടുക്കുകയോ പതിച്ചു നൽകുകയോ ചെയ്താൽ അവർ റവന്യൂ വകുപ്പിൽ ഉണ്ടാകില്ലെന്ന് മന്ത്രി K. രാജൻ മറുപടി നൽകി. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം ഏപ്രിൽ മാസത്തിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ടപ്പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. പരുന്തുംപാറയിലെ കയ്യേറ്റത്തെക്കുറിച്ച് 2022 മുതൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പീരുമേട് തഹസിൽദാർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചൊക്രമുടിയിലും കൊട്ടക്കാമ്പൂരിലും ഏക്കർ കണക്കിന് കയ്യേറ്റം സംബന്ധിച്ച് പരാതി നൽകിയ ജില്ലാ ജിയോളജിസ്റ്റിനെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്.
ഇടുക്കിയിലെ ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. തട്ടുപാറയാണ്. ഒരിക്കലും സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല. സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. 100 കണക്കിന് ഏക്കർ കയ്യേറുകയാണ്. നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഇടുക്കിയിൽ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തിയിട്ടും പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. ഭൂമി കയ്യേറ്റത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആൾ തന്നെ കയ്യേറ്റ കേസിൽ പ്രതിയെന്ന് മാത്യു കുഴൽനാടനെ ഉന്നമിട്ട് എം നൌഷാദ് MLA ആരോപിച്ചു. ഭൂമി കയ്യേറ്റത്തിൽ തനിക്കെതിരെ കേസില്ലെന്നും ഏത് കേസാണെന്ന കാര്യമെങ്കിലും സഭയിൽ ഉന്നയിക്കുമ്പോൾ മിനിമം ഒരു MLA അറിഞ്ഞിരിക്കണമെന്നും കുഴൽനാടൻ തിരിച്ചടിച്ചു. മയക്കുമരുന്ന് കേസുകളിൽ കൂടുതലും അകപ്പെടുന്നത് KSU ആണെന്നും കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നത് കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ എന്നാക്കണമെന്നും എൻ നൌഷാദ് വിമർശിച്ചു. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ അൺപാർലമെന്ററി പദപ്രയോഗങ്ങൾ സഭയിൽ പാടില്ല ും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഗൗരവമേറിയ വിഷയമാണിതെന്നും വിശദമായ ചർച്ച ചെയ്യുന്നതിന് ഈ മാസം ഉന്നതതല യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കെ.വി. സുമേഷ് എന്നിവരുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഒന്നാം ഘട്ടമായി 1113.33 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കിയാലിന് കൈമാറിയിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി 804.37 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയുമാണ്. വിമാനത്താവള വികസനത്തിൻ്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് 1970.05 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി, കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട 21.81 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രക്ക് കൈമാറിയിട്ടുണ്ട്. കീഴൂർ, പട്ടാനൂർ വില്ലേജുകളിൽപ്പെട്ട 202.34 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുകയും തുടർ നടപടി സ്വീകരിച്ചു വരികയുമാണ്. കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയ സംഭവം പ്രണയപ്പക കാരണമെന്ന് പോലീസ്. ഫെബിന്റെ സഹോദരിയും കൊലപാതകം നടത്തിയ തേജസും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതോടെ പെൺകുട്ടിയോടും കുടുംബത്തോടുമുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതക ശേഷം പ്രതി തേജസ് ജീവനൊടുക്കി. ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. ആ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു. ബാങ്ക് പരീക്ഷാ പരിശീലനത്തിലും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ. തേജസുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ആദ്യം അറിഞ്ഞത്. പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് തേജസും ബന്ധം വീട്ടിൽ പറഞ്ഞു. വിവാഹത്തിന് രണ്ടു വീട്ടുകാരും സമ്മതിച്ചിരുന്നതാണ്. ഇതിനിടെ തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഇരുവരും അകൽച്ചയിലായി. പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഒടുവിൽ മറ്റൊരാളുമായി ഫെബിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് തേജസിനെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയോടെ പർദ്ദ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ചാണ് പ്രതിയായ തേജസ് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത്. സംഭവ സമയം യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. കയ്യിൽ 2 ടിന്ന് പെട്രോളും കരുതിയിരുന്നു. ആദ്യം ഫെബിന്റെയും പിതാവ് ജോർജിന്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു. പിന്നീടാണ് ഫെബിന്റെ വീട്ടിൽ നിന്നും എടുത്ത കത്തികൊണ്ട് ഇരുവരെയും ആക്രമിച്ചത്. കഴുത്തിലും നെഞ്ചിലും ആയിരുന്നു ഇരുവരെയും കുത്തിയത്. മാരകമായി മുറിവേറ്റ ഫെബിൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയെങ്കിലും റോഡിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഇതിനു പിന്നാലെ നഗരത്തിനടുത്ത് ചെമ്മാൻമുക്കിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റ ജോർജിനെ ആശുപത്രിയിലാക്കി. ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കൊലപാതകവും തുടർന്നുള്ള ആത്മഹത്യയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തിരിച്ചറിവും ക്ഷമാശീലവുമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൺമുമ്പിൽ വെച്ച് മകനും ഭർത്താവിനും കുത്തേൽക്കുന്ന കാഴ്ച കണ്ടതിന്റെ നടുക്കത്തിലാണ് ഫെബിന്റെ അമ്മ ഡെയ്സി. എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും മുന്നേ വീടും മുറ്റവും ചോരക്കളമായി മാറി.
ചെറുക്കനാ അവൻ കൂസലില്ലാതെ നടന്നങ്ങ് പോയി. ഭർത്താവിനും മകനുമൊപ്പം വീട്ടിൽ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കാൻ ഡെയ്സിയുടെ ഭർത്താവ് ഗോമസ് വാതിൽ തുറന്നപ്പോൾ പർദ്ദ ധരിച്ച ആൾ ഡെയ്സിയുടെ ഭർത്താവിന് നേർക്ക് കയ്യിൽ കരുതിയ കുപ്പിയിലെ പെട്രോൾ ഒഴിക്കാൻ ശ്രമിച്ചു. ഇതുകണ്ട ഫെബിൻ അച്ഛനെ രക്ഷിക്കാനായി ഓടിയെടുത്തു. പക്ഷേ അപ്പോഴേക്കും മുഖം മറച്ചെത്തിയ തോമസ് രാജ് എന്ന അക്രമകാരി അവിടെയുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഗോമസിനെയും ഫെബിൻ ജോർജിനെയും കുത്തുകയായിരുന്നു. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ ആ അമ്മ മരവിച്ചുപോയി. കോളിംബരച്ചനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നുണ്ട്. പർദ്ദയിട്ടെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ച് ഞാൻ കത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഫെബിൻ ജോർജിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാൻ സഹപാഠികൾ വീട്ടിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അമ്മയുടെയും സഹോദരിയുടെയും സഹപാഠികളുടെയും കരച്ചിലുകൾക്കു നടുവിൽ ചേതനയേറ്റ ഫെബിൻ ജോർജ് കിടന്നു. അച്ഛൻ ഗോമസ് അപകടനില തരണം ചെയ്തെങ്കിലും ആശുപത്രിയിലാണ്. ഫെബിൻ ജോർജിന്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 തുയ്യംപള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കണ്ണൂർ പാറക്കലിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ബന്ധുവായ 12-കാരിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തമിഴ്നാട് സ്വദേശി മുത്തുവിന്റെ മകൾ യാസികയാണ് മരിച്ചത്. പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഭയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. കുഞ്ഞിന്റെ മരണം വെള്ളത്തിൽ മുങ്ങിയെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. മാതാപിതാക്കളില്ലാത്ത 12 വയസ്സുകാരി മുത്തു അക്കമ്മൽ ദമ്പതികൾക്കൊപ്പം പാപ്പിനിശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ദമ്പതികൾക്ക് കുഞ്ഞു ജനിച്ചതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് 12-കാരി ഭയന്നിരുന്നു. ഇതേ തുടർന്നാണ് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന യാസികയെ സഹോദരി അർദ്ധരാത്രിയോടെ എടുത്ത് വീടിന് സമീപത്തെ കിണറ്റിലിട്ടതെന്ന് പോലീസ് പറയുന്നു. ശുചിമുറിയിൽ പോകാനായി എഴുന്നേറ്റപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് 12 വയസ്സുകാരി തന്നെയാണ് മുത്തുവിനെയും ഭാര്യയും വിളിച്ച് കാര്യം പറയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നതും താമസക്കാർ ചേർന്ന് പുറത്തെടുക്കുന്നതും. എന്നാൽ അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. 12 വയസ്സുകാരിയിലേക്ക് എത്താൻ കാരണമായത് മാതാപിതാക്കളുടെ സംശയമാണെന്ന് വളപട്ടണം SHO ഇൻചാർജ് ബി കാർത്തിക് IPS പറഞ്ഞു. അവർ ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ്, അച്ഛനും അമ്മയും മരിച്ച 4 മാസം കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ട്. ഉള്ള ലാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻസൈഡ്. സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ താൻ തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞതെന്ന് പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് ചൊവ്വാഴ്ച നടന്ന കോടതി സിറ്റിംഗിലും തീരുമാനമായില്ല. കേസ് വീണ്ടും മാറ്റിവെച്ചു. റഹീമിന്റെ അഭിഭാഷകർ കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയും പരിഗണിച്ചില്ല. 10ാം തവണയാണ് കോടതി കേസ് മാറ്റിവെക്കുന്നത്. ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരായ ഒസാമ അൽ അംബർ, ഡോക്ടർ റെന, ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദ്, കുടുംബ പ്രതിനിധി സിദ്ദീഖ് തൂർ എന്നിവർ ഓൺലൈനിൽ ഹാജരായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികളെയും സന്നദ്ധ പ്രവർത്തകരെയും റമദാൻ വേളയിൽ ആദരിച്ച് UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. അബുദാബി അൽ ബത്തീൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ UAEയുടെ ഭാവി സുസ്ഥിരതാ പദ്ധതികൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, കൃഷി, ഊർജ്ജം, സാമ്പത്തിക മേഖലയിലെ മികച്ച മുന്നേറ്റങ്ങൾ, നദീ സംരക്ഷണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് UAEയുടേതെന്നും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ പൗരന്റെയും കടമയാണെന്നും ഷൈഖ് മുഹമ്മദ് വ്യക്തമാക്കി. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷൈഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അടക്കമുള്ള പ്രമുഖ വ്യക്തികളും പരിപാടിയിൽ പങ്കെടുത്തു. കുവൈറ്റിൽ ചെറുകിട ഇടത്തരം മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടുന്നതിന് ചില പ്രാദേശിക ബാങ്കുകൾ നീക്കം ആരംഭിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 10 ദിവസത്തിനകം അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാനോ അല്ലെങ്കിൽ പണം പിൻവലിക്കുവാനോ ആണ് ബാങ്കുകൾ നൽകിയ അറിയിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാത്തപക്ഷം അക്കൗണ്ടുകൾ സ്വമേധയാ റദ്ദാക്കുമെന്നും ഉപഭോക്തൃ ബാലൻസ് പിടിച്ചുവെക്കുമെന്നും ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകി. വ്യക്തമായ കാരണങ്ങൾ സൂചിപ്പിക്കാതെയാണ് ബാങ്കുകൾ എക്സ്ചേഞ്ച് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എക്സ്ചേഞ്ച് കമ്പനിയുടെ മറവിൽ പണം വെളുപ്പിക്കൽ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന കമ്പനികളുമായുള്ള സാമ്പത്തിക ബന്ധം കുറയ്ക്കാൻ ബാങ്കുകൾ കൈക്കൊണ്ട മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് സൂചന.
നൂർ ദുബായ് ഫൗണ്ടേഷനും കേരളത്തിലെ കോളേജ് അലൂമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷനും ചേർന്ന് ദുബായിലെ തൊഴിലാളികൾക്കായി സൗജന്യ നേത്ര പരിശോധനയും കണ്ണടയും നൽകാനുള്ള പദ്ധതി ആരംഭിച്ചു. UAE പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി വിവിധ ലേബർ ക്യാമ്പുകളിലായി ഇതുവരെ 666 പേർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി. അതിൽ 190 പേർക്ക് കണ്ണട വിതരണം ചെയ്തു. 80 വനിതകളും 586 പുരുഷന്മാരും അടങ്ങുന്ന തൊഴിലാളികളാണ് നേത്ര പരിശോധനാ ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. ലേബർ ക്യാമ്പുകളിലെ അക്കാഫിന്റെ ഇഫ്താർ കിറ്റ് വിതരണത്തോടനുബന്ധിച്ചാണ് നേത്ര പരിശോധനയും നടന്നത്. നൂർ ദുബായ് ഫൗണ്ടേഷൻ നാഷണൽ ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം മാനേജർ ഒമർ അലി, വലീദ് ഹുസൈൻ, നൂറ അബ്ദുള്ള, അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ജനറൽ സെക്രട്ടറി ദീപു AS, വൈസ് പ്രസിഡന്റ് വെങ്കിട്ട് മോഹൻ തുടങ്ങി അക്കാഫ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ അനാഥരായ 658 കുട്ടികളെ സ്വദേശി കുടുംബങ്ങൾ ദത്തെടുത്ത് വളർത്തുന്നതായി സാമൂഹിക കുടുംബ ശിശുക്ഷേമകാര്യമന്ത്രി ഡോക്ടർ മത്തൽ അൽ ഹുവൈല. സാമൂഹികക്ഷേമ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇതെന്നും അറബ് അനാഥ ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ കെയർ മേഖലയിലെ ഫാമിലി നഴ്സറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ മന്ത്രി വ്യക്തമാക്കി. അനാഥരെ സംരക്ഷിക്കുന്നതിനും അതിനായുള്ള അന്തരീക്ഷം ഒരുക്കുന്നതും സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണെന്നും അവർക്ക് മാന്യമായ ജീവിതവും ഭാവിയും ഉറപ്പാക്കുവാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിദ കൗൺസിൽ ഇഫ്താർ സംഗമവും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മോഹൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. KT അബൂബക്കർ റമദാൻ സന്ദേശം നൽകി. എഴുത്തുകാരി റജിയ വീരാനെയും പ്യാരി മിർസ ഷെരീഫിനെയും ചടങ്ങിൽ ആദരിച്ചു. മിർസ ഷെരീഫ്, ഡോക്ടർ വിനീത പിള്ള, സോഫിയ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. യൂനുസ് കാട്ടൂർ, സുശീല ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. UAE ആസ്ഥാനമായ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് റമദാൻ മാസത്തിന്റെ ഭാഗമായി 3 കോടിയിലേറെ രൂപ കേരളത്തിലെ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകുമെന്ന് അറിയിച്ചു. കോഴിക്കോടുള്ള ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ വിപുലീകരണത്തിനായി 1 കോടി രൂപ നൽകും. തിരൂരിലുള്ള CH സെന്ററിലെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾക്കായി 68 ലക്ഷം രൂപ നൽകാനും തീരുമാനം. കോഴിക്കോട് ആസ്ഥാനമായ ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കായി 48 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി വാങ്ങി വീടുകൾ വെച്ച് നൽകുമെന്നും ഡോക്ടർ KP ഹുസൈൻ അറിയിച്ചു. തിരുവമ്പാടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റിഹാബിന് 58 ലക്ഷം രൂപ സംഭാവന നൽകും. കഴിഞ്ഞ 28 വർഷമായി റമദാൻ മാസത്തിൽ നൽകി വരുന്ന ജീവകാരുണ്യ സംഭാവനകളുടെ ഭാഗമാണിതെന്നും അർഹതപ്പെട്ടവരുടെ ജീവിതത്തിൽ സഹായം എത്തിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ ദുബായിൽ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കുവൈറ്റിലെ പ്രമുഖ കലാകാരിയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ പ്രശാന്തി ദാമോദരൻ നിര്യാതയായി. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയാണ്. അർബുദ രോഗത്തെ തുടർന്ന് ഇവർ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. വർഷങ്ങളായി കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന പ്രശാന്തി കുവൈറ്റിലെ നാടക കലാസാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു. കുവൈറ്റ് ഓയിൽ കമ്പനിയിലെ ജീവനക്കാരൻ സന്തോഷാണ് ഭർത്താവ്. ഏക മകൾ ഭൂമിക സന്തോഷ് 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മക്ക OICCയുടെ നേതൃത്വത്തിൽ മക്കയിലെ മുഴുവൻ മലയാളി സമൂഹത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അവാലി ഹുസൈനിയയിലെ സാഹുവാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മക്കയിലെ മതരാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ സംഘടനാ പ്രതിനിധികളും സ്ഥാപന ഉടമകളും സ്വദേശി പൗരന്മാരും ഉൾപ്പെടെ ഏകദേശം 1500ഓളം ആളുകളാണ് മെഗാ ഇഫ്താറിൽ പങ്കെടുത്തത്. ഒത്തൊരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശമുയർത്തിയാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഇഫ്താറിൽ പങ്കെടുത്ത മുഴുവൻ ഫാമിലികൾക്കും അൽ വഫ ഹൈപ്പർ മാർക്കറ്റ് ഗിഫ്റ്റ് വിതരണം ചെയ്തു. ഇഫ്താർ കമ്മിറ്റിയുടെ ചെയർമാൻ റഷീദ് ബിൻ സാഗർ, ചീഫ് കോർഡിനേറ്റർ മനാഫ് ചടയമംഗലം, കൺവീനർ യാസർ ഹബീബ് കോഴിക്കോട്, സുഹൈൽ, ലസ്ന നിയാസ്, അജാഷ ആലിയാർ എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള അർജന്റീന ടീമിൽ മെസ്സി ഇല്ലാത്തതിനാൽ നിരാശ അറിയിച്ച ആരാധകർ. ലയണൽ മെസ്സി പൂർണ്ണമായ ഫിറ്റ്നസ് കൈവരിക്കാത്തതിനാലാണ് ബ്രസീലിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ടീമിൽ നിന്ന് മെസ്സിയെ ഒഴിവാക്കിയത്. മെസ്സിക്ക് വിശ്രമം നൽകിയതാണ് 26-അംഗ സ്ക്വാഡിനെ അർജന്റീന പ്രഖ്യാപിച്ചത്. ഉറുഗ്വേയ്ക്കും ബ്രസീലിനും എതിരായ മത്സരങ്ങൾ താരത്തിന് നഷ്ടമാകും. എന്നാൽ ആരാധകനായി കൂടെ ഉണ്ടാകുമെന്ന് മെസ്സി അറിയിച്ചു. അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായ ഇന്റർ മയാമിയുടെ മത്സരത്തിനിടെയാണ് സൂപ്പർ താരത്തിന് പരിക്കേറ്റത്.
ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച് നിയമസഭയിൽ വ്യക്തത വരുത്തി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ 2 അനുമതി കിട്ടിയിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും അനുമതി കിട്ടിയതായി മന്ത്രി വ്യക്തമാക്കി. സർ, ഈ കാലഘട്ടം മെസ്സിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് 2 അനുമതികൾ, ഒന്ന് റിസർവ് ബാങ്കിന്റെയും മറ്റൊന്ന് കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അനുമതികൾ ലഭ്യമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് ആ കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.